വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അമ്പലപ്പുഴ പാൽ പായസമാണ് തയ്യാറാക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഈ ഗ്ലാസ് വെച്ചിട്ടാണ് അളന്നെടുക്കുന്നത്. മെഷർമെൻറ്റ് ഈ പായസത്തിൻ്റെ പ്രധാന ഘടകമാണ്. മെഷർമെൻറ്റ് കറക്റ്റായിട്ടില്ലെങ്കിൽ പായസം ആകെ പാളിപ്പോകും. ഇതെല്ലാം ഈ ഗ്ലാസ് വെച്ച് അളന്നെടുത്ത ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി അളന്നെടുക്കുകയാണ്. 6 ഗ്ലാസ് തിളപ്പിക്കാത്ത പാലാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഈ പായസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുക്കർ നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇതിലുപയോഗിക്കുന്ന തവിയും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. പാൽ പുറത്തേക്ക് പോകാതിരിക്കാൻ അത്യാവശ്യം വലിയ കുക്കർ തന്നെ എടുക്കുക. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഈ ഗ്ലാസ് വെച്ച് 1.5 ഗ്ലാസ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയോ ഉണങ്ങല്ലരിയോ എടുക്കാം. ബസുമതി റൈസ് വെച്ച് ഈ പായസം തയ്യാറാക്കുമ്പോൾ ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ്. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പിടാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കാം. വലിയ ഫ്ലെയിം ആയിരിക്കണം. പാൽ നല്ലവണ്ണം ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് തിളക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി. ചൂടായി വരുമ്പോൾ കുക്കർ അടച്ചു വെക്കുക. സ്റ്റീം പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വിസിൽ വരാതെ വേവിച്ചെടുക്കുക. ഇപ്പോൾ സമയം 2:30 ആയി. ഇനി 3 മണിക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറക്റ്റായിട്ട് അരമണിക്കൂർ മതി ഈ പായസത്തിന്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. പായസം കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്കല്പം ചെറു ചൂടുപാൽ ഒഴിച്ച് നമുക്കത് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ അല്പം ചെറു ചൂടുപാൽ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓപ്പൺ ചെയ്യാൻ വൈകും തോറും ഈ പായസത്തിന് ടേസ്റ്റ് കൂടും. ഒരു പിങ്കിഷ് കളറും ആയിരിക്കും. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഇത്താത്തയാണ്. ഇത്താത്ത നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. 10 വർഷം മുമ്പ് ഓണ വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഇത്താത്ത ഈ പായസം തയ്യാറാക്കിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ പായസ റെസിപ്പിയാണ് ഓർമ്മ വന്നത്. ഏത് ഫംഗ്ഷനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാൻ. കുറച്ചധികം പാലും പഞ്ചസാരയും ഒരു കൈപ്പിടി അരിയും കാത്തിരിക്കാനുള്ള ക്ഷമയും മതി ഈ പായസത്തിന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.